കോടതി വിധിക്കട്ടെ, അതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. താങ്കൾ ഈ സൂചിപ്പിക്കുന്ന മറുഭാഗം എന്തുകൊണ്ട് പറയുന്നില്ല എന്നത് മാത്രമാണ് എൻ്റെ സംശയം. ഡാനിന് ചില സംശയങ്ങൾ കൂടിയുണ്ട്. താങ്കളുടെ അനുവാദത്തോടെ ഡാനിലേക്ക് വീണ്ടും. പ്ലീസ്. ശ്രീ രാഹുൽ ഈശ്വർ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിലും ദണ്ഡി യാത്രയിലും ഒന്നും പങ്കെടുത്തിട്ടല്ല കേരളം രാഹുൽ മാങ്കൂട്ടത്തെ അറിയുന്നത്. അദ്ദേഹം ദൃശ്യമാധ്യമങ്ങൾ തുടർച്ചയായി നടത്തിയ വാർത്താ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടാണ് ഒരു യുവനിര നേതാവായി മുഖ്യധാരയിലേക്ക്, കോൺഗ്രസിന്റെ യുവ നേതാവായി അതിവേഗത്തിൽ കോൺഗ്രസിന്റെ മുഖ്യധാരയിലേക്ക് വളർന്നു വരുന്നത്, അവിടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്നത്, പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. അപ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായി മുഖ്യധാരയിൽ ഉയർത്തിക്കാട്ടിയത് ഇതേ മാധ്യമങ്ങൾ തന്നെയാണ്. ആ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ചില ഗുരുതരമായ ആരോപണങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതെങ്ങനെയാണ് വേട്ടയാടൽ എന്ന് പറയുന്നത്? സമാനമായ ആരോപണങ്ങൾ മറ്റ് രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കന്മാർക്കെതിരെ ഉയർന്നപ്പോൾ അതിനെതിരെ ഘോരം ചാനൽ ചർച്ചകളിൽ പ്രതികരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് വേട്ടയാടൽ അല്ലാതിരുന്നത്? അങ്ങനെ ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇടപെടൽ ഞാൻ താങ്കൾ ഈ പറയുന്നത് യോജിക്കുന്ന പോയിന്റാണ്. അതൊന്ന് ഹൈലൈറ്റ് ചെയ്തോട്ടെ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പ് പരസ്യമായി നമ്മുടെ കൊല്ലം MLA ആയ മുകേഷ് ഏട്ടനെ അല്ലെങ്കിൽ ശ്രീ മുകേഷിനെ ഗോവിന്ദചാമിയോടടക്കം കമ്പയർ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. രാഹുലിന്റെ ഭാഗത്തു നിന്ന് വന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഞാനത് പരസ്യമായും തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ മുകേഷിന് അനുകൂലമായി കോടതി വിധി പോലും ഉണ്ട്. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീ മുകേഷ് ഗോവിന്ദചാമിയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അത് 100% തെറ്റാണ്. ഇവിടെയാണ് നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ശ്രീ മുകേഷ് ആണെങ്കിലും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ശ്രീ എൽദോസ് കുന്നപ്പള്ളി ആണെങ്കിലും ശ്രീ സുരേഷ് ഗോപി ആണെങ്കിലും ഇവർക്കെതിരെ വ്യാജ സ്ത്രീ ആരോപണങ്ങൾ വരുമ്പോൾ നമ്മൾ അത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടണം. നമ്മൾ ശങ്കരാടി സാറിന്റെ കുമാരപിള്ള ലോജിക്കിൽ 35 വർഷത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോയിട്ടില്ല. ഷാഫി ബാംഗ്ലൂരിലേക്ക് സ്ത്രീകളെ വിളിക്കുന്നു. ഇതാണ് CPMന്റെ ഔദ്യോഗികമായൊരു മെമ്പർ പറയുന്നത്. എങ്ങനെ അറിയാം ഇയാൾക്ക്? ചുമ്മാ അങ്ങ് പറയുവാണ്. അതായത് മറു പാർട്ടിയിലോ എതിർ പാർട്ടിയിലോ വന്ന സ്റ്റാൻഡേർഡ് ഉള്ളവരെ, നാട്ടുകാർക്ക് ജനസമ്മതിയുള്ളവരെ പെണ്ണ് കേസിലും ഗർഭത്തിലും പെടുത്തി ഇല്ലാതാക്കാമെന്ന് പറയുന്ന കുമാരപിള്ള സാറിന്റെ ശങ്കരാടി ലോജിക് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്നിരിക്കട്ടെ, കോടതി പ്രഥമ ദൃഷ്ടിയെങ്കിലും കേസ് നിലനിൽക്കും. ശ്രീ രാഹുൽ ഈശ്വർ ഒരു കാര്യം ശ്രീ രാഹുൽ ഈശ്വർ ഒരു കാര്യം മാത്രം, താങ്കൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസിൽ രാഹുൽ എന്ന ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു രക്ഷകനെ ആശ്രയിച്ചാണോ കോൺഗ്രസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? അടികൊണ്ട് ലാത്തിചാർജേറ്റ് 100 കണക്കിന് കേസുകളിൽ പ്രതിയായ എത്ര കോൺഗ്രസ് പ്രവർത്തകർ പേര് പോലും അറിയാതെ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ കിടപ്പുണ്ട്. അങ്ങനെ എത്ര ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. അവരൊക്കെ ഏറ്റ മർദ്ദനവും. അയ്യോ, അങ്ങനെ ആര് പറഞ്ഞു? രാഹുൽ 10,000 ഇന്ന് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്ന എന്തുകൊണ്ടാണ്? ഇന്ന് താങ്കളുടെ അടക്കം ചാനൽ ചർച്ചകളുടെ കമന്റുകളിൽ വന്ന് നോക്കിയാൽ മതി. പൊതുജനത്തിന്റെ പൾസ് അറിയാം. എന്തുകൊണ്ടാണ് ശ്രീ VD സതീശൻ പറയുന്നത് ഞങ്ങളുടെ ചാനൽ പൈസ കൊടുത്ത് ആരും വരുത്തിയിട്ടില്ല? ഞങ്ങളുടെ ചാനൽ പൈസ കൊടുത്ത് ആരെയും വരുത്തിയിട്ടില്ല. കമന്റ് ബോക്സിന് താഴെ എതിരാളികളെ ചീത്ത പറയാനായി. ഒരു കാര്യം കൂടെ, താങ്കൾക്ക് VD സതീശനെ വിശ്വാസമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട്. രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസിന്റെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചത് താങ്കൾ കേട്ടോ? VD സതീശനല്ലേ ഏറ്റവും പ്രധാനം, പ്രതിപക്ഷ നേതാവല്ലേ? ശ്രീ VD സതീശൻ പറയുന്നത് കേരളം കടലിരമ്പി വന്നാലും ഞാൻ എന്റെ നിലപാട് മാറ്റില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്നല്ലേ? ശ്രീ VD സതീശൻ പോലും സമ്മതിക്കുന്നുണ്ട് കേരളം കടലിരുമ്പി വരുന്നുണ്ടെന്ന്. കാരണം കേരളത്തിലെ സാധാരണ മലയാളികൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിക്കുകയാണ്. ഞങ്ങൾക്കറിയാലോ, ഞങ്ങൾ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നവരല്ലേ. യഥാർത്ഥത്തിൽ ഒരാളെ വേട്ടയാടുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവൂലേ? അതാണ് കേരളത്തിലെ. ഞങ്ങൾക്ക് സൈഡിലേക്ക് മാറി നിൽക്കാം. കടലിരുമ്പത്തിൽ അങ്ങ് തിരയിൽപ്പെട്ട് ഒഴുകി പോകാതിരിക്കാനായി. അതല്ലാതെ താങ്കളോട് എന്ത് മറുപടിയാണ് പറയുന്നത്? താങ്കൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. താങ്കൾ ഓർക്കേണ്ട കാര്യം, അത് പറഞ്ഞത് രാഹുൽ ഈശ്വർ അല്ല. VD സതീശൻ എന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്ന് നിലപാടുണ്ടായിരുന്ന, MLA സ്ഥാനം രാജിവെപ്പിക്കണമെന്ന് നിലപാടുണ്ടായിരുന്ന, ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കുന്ന VD സതീശനാണ്. കേരളത്തിൽ കടലിരുമ്പം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഉണ്ടാകുന്നത് നമുക്ക് സാധാരണ മനുഷ്യർക്ക് ധർമ്മബോധമുള്ളതുകൊണ്ടാണ്, നീതിബോധമുള്ളതുകൊണ്ടാണ്. ഒരുത്തനെ വളഞ്ഞിട്ട് ചവിട്ടുമ്പോ വേണ്ട എന്ന് പറയാൻ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് പാലക്കാട് MLA ഓഫീസ് അടച്ചിട്ടങ്ങ് പോയതല്ലേ? ഇതുവരെ
ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത് കടലിടുമ്പോ ഇങ്ങനെ ഇളകി വന്നുകൊണ്ടായിരിക്കും അല്ലെ? പ്രമുഖനായ അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്തു. അതല്ലേ ലീഗൽ പ്രോസസ്. ഇനി 2, ഈ പെൺകുട്ടി വിവാഹിതയാണെന്ന് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. അത് രാഹുൽ ഈശ്വറിന് പറയേണ്ടി വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അമിത മാന്യതയുള്ളതുകൊണ്ടാണ്. ഇതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഈ വിഷയം തീരുമായിരുന്നു. എനിക്ക് സഹി കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ വക്താവാകാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്, താങ്കൾ അദ്ദേഹത്തിന്റെ വക്താവാകാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാവാകാൻ രാഹുൽ ഈശ്വർ ശ്രമിക്കുന്നതുകൊണ്ടാണ് താങ്കൾ ആ കാര്യം ആവർത്തിക്കുന്നത്. ഇനി 2, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം. ബഹുമാനപ്പെട്ട കേരള പോലീസും മുഖ്യമന്ത്രിയും ആ പെൺകുട്ടി മാരീഡ് ആണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. പക്ഷെ എല്ലാവർക്കും അറിയാം, ഇതേവരെ ഈ സത്യം രാഹുൽ ഈശ്വർ ഒഴിച്ച് ബാക്കി ആരും പൊതുസമൂഹത്തോട് ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കുകയാണ്. മറ്റൊരാളുടെ ഭാര്യയാണ് എന്ന ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊരാൾക്ക് മറ്റൊരാളെ കയറി കൺസെന്റ് ഇല്ലാതെ പീഡിപ്പിക്കാൻ കഴിയുമെന്നാണ് താങ്കൾ പറയുന്നത്. അത് മറ്റൊരാളുടെ ഭാര്യ ആയതുകൊണ്ട് പീഡനമാകാതിരിക്കുമോ? അതാണ് താങ്കൾ പെൺകുട്ടി മാരീഡ് ആണെന്നുള്ള വസ്തുത മറച്ചു വെച്ചു. പെൺകുട്ടി മാരീഡ് ആണെന്നുള്ള വസ്തുത മറച്ചു വെച്ചാണ് രാഹുലുമായി ബന്ധം സ്ഥാപിച്ചത്. ആ പെൺകുട്ടി ഭർത്താവിനെയും ചതിച്ചു, കാമുകനെയും ചതിച്ചു. ഭർത്താവിനെയും ചതിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിലും ചതിച്ചു. ഭർത്താവിന്റെ പേര് എനിക്കറിയാം, പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് പറയാത്തത്. ഭർത്താവിനെയും ചതിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിനെയും ചതിച്ചു. അതല്ലേ സംഭവിച്ചത്? എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഈ മല പോലെ വന്നത് പെൺകുട്ടി മാരീഡ് ആണെന്നുള്ള സത്യം ജനങ്ങൾ അറിഞ്ഞതോടുകൂടി എലിയായി പോയി. കാരണം ആ പെൺകുട്ടി മാരീഡ് ആണെന്നുള്ള വസ്തുത ബാക്കി ആരും പറഞ്ഞില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ പയ്യൻ പറയുന്നില്ല, അവന്റെ മാന്യത കാരണം. പക്ഷേ രാഹുൽ ഈശ്വർ അത് പറഞ്ഞു. അത് കേരള ജനത കേട്ടിട്ടുണ്ട്. താങ്കൾ ഒരു കാര്യം മാത്രം, താങ്കളോട് എനിക്ക് ഒറ്റ മറുപടി മാത്രമേ നൽകാനുള്ളൂ. ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ ഞങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ അടിസ്ഥാനരഹിതമോ തെറ്റോ ആണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാണ്. അതിൽ കോടതി തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് വീരപരിവേഷണം നൽകാനായി താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യണം. ആ പെൺകുട്ടി മാരീഡ് അല്ല എന്നുണ്ടെങ്കിൽ ദയവായി താങ്കൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയണം. കാര്യം അതിജീവിതയെ കുറിച്ച് കള്ളം പറഞ്ഞു, അതിജീവിതയെ കുറിച്ച് വ്യാജ പ്രചാരണം നടത്തി എന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വറിനെ ദയവായിട്ട് അറസ്റ്റ് ചെയ്യണം. ഇത് താങ്കൾ കാണുന്ന പോലീസുകാരോട് പറയണം. ആ പെൺകുട്ടി മാരീഡ് ആണെന്ന് ഈ രാഹുൽ ഈശ്വർ പല മാധ്യമങ്ങളിലും ഇന്നലെ വൈകുന്നേരം മുതൽ താങ്കൾ നടത്തുന്ന പ്രസ്താവന ഈ ഇരയായ യുവതി വിവാഹിതയാണ്. അതല്ല ഇവിടുത്തെ പ്രശ്നം. അവർ വിവാഹിതയോ അവിവാഹിതയോ എന്നതല്ല. അത് താങ്കൾക്ക് എനിക്ക് നന്നായി അറിയാം. അവരുടെ കൺസെന്റ് ഇല്ലാതെ തീർച്ചയായിട്ടും മാരീഡ് ആണല്ലോ അല്ലേ? അതിന് സംശയമൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും എനിക്കൊരു സംശയവുമില്ല. തീർന്നില്ല, മാരീഡ് ആണ്, ഡിവോഴ്സ്ഡും അല്ല. അങ്ങനെയല്ല. അവിടെയാണ് താങ്കൾക്ക് തെറ്റ്. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെയല്ല, അവരുടെ വിവാഹബന്ധം കേവലം ചില മാസങ്ങൾ മാത്രമേ നിലനിന്നുള്ളൂ. വ്യക്തിപരമായി അവർ മാരീഡ് ആണ്. മാരേജ് രജിസ്റ്റർ ചെയ്താലല്ലേ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് താങ്കൾക്ക് അറിയില്ലേ? മാരേജ് രജിസ്റ്റർ ചെയ്താലല്ലേ ഡിവോഴ്സ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് താങ്കളെ പോലെ നിയമജ്ഞാനമുള്ള ഒരാൾക്ക് അറിയില്ലേ? അല്ല, റിച്വലിസ്റ്റിക് മാരേജും ആണെങ്കിലും മതി. ഓഗസ്റ്റ് പെൺകുട്ടിയുടെ മാരേജ് കഴിഞ്ഞു സാർ. ഈ പെൺകുട്ടി അത് മറച്ചു വെച്ചു. ഇപ്പോഴും ഡിവോഴ്സ് അല്ല സാർ. അത് കഴിയട്ടെ, അതല്ലല്ലോ അറിയാലോ. സാർ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കൂ. അങ്ങനല്ല, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കൂ. രാഹുൽ മാങ്കൂട്ടവുമായി ഈ യുവതിക്ക് ഒരു സൗഹൃദം ഉണ്ടാകുന്നത് രാഹുൽ മാങ്കൂട്ടം അവരെ വിവാഹം ചെയ്യുമെന്ന ഉറപ്പിലും വിശ്വാസത്തിലുമാണ് എന്നാണ് ഈ യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ഓൾറെഡി കല്യാണം കഴിച്ച ഒരാളെ അങ്ങനെ ചെയ്യാൻ വകുപ്പില്ല സാർ. ഓൾറെഡി കല്യാണം കഴിച്ച ഒരാളെ വകുപ്പ് നിലനിൽക്കില്ലെന്ന് നമ്മുടെ സെറ്റിൽഡ് പൊസിഷനാണ്. അത് രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമൊന്നുമല്ല കേട്ടോ. കേരള ഹൈക്കോടതിയുടെ വിധിന്യായം, നമ്മുടെ വിജയബാബുവിന്റെ കേസിൽ കേരള ഹൈക്കോടതി ഇത് പറയുന്നുണ്ട്. 2 മാസം മുമ്പ് പഞ്ചാബ് ഹൈക്കോടതിയും സമാനമായ ഒരു വിധിന്യായം പറയുന്നുണ്ട്. അതായത് ഓൾറെഡി മാരീഡ് ആയ ഒരാളെ, ഓൾറെഡി കല്യാണം കഴിച്ച ഒരാളെ, ഓൾറെഡി ഡിവോഴ്സ്ഡ് അല്ലാത്ത ഒരാളെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന വകുപ്പ് നിലനിൽക്കില്ല. കാര്യം ഈ വ്യക്തി ഓൾറെഡി മാരീഡ് അല്ലേ. അതുകൊണ്ട് ഇത് രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമല്ല. ഇത്ര നേരം പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ യുവതി വിവാഹിതയായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് യുവതി വിവാഹിതയായിരുന്നു എന്ന കാര്യം അറിയാതെയാണ് ഇങ്ങനെ ഒരു ബന്ധത്തിൽ പെട്ടതെന്നാണ് സ്ഥാപിച്ചപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹിതയാണെന്ന് ഈ പെൺകുട്ടി രാഹുലിനെ അറിയിച്ചിരുന്നു. ഈ പെൺകുട്ടി എല്ലാവരിൽ നിന്നും അത് മറച്ചു വെക്കുകയായിരുന്നില്ലേ? ആ കാലഘട്ടത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റും ആ പയ്യന്റെ അമ്മയോടുള്ള ഫോട്ടോ അടക്കം എല്ലാം ഡിലീറ്റ് ചെയ്തില്ലേ? അതായത് ഞാനോ താങ്കളോ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു എന്നിരിക്കട്ടെ, 6 മാസം മുമ്പ് ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു എന്ന് ഞാൻ കവടി നിർത്തി അറിയൂ?
ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ കവടി നിർത്തി അറിയൂ. അപ്പം അതുപോലും മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ സ്വാധീനമുള്ള ഒരു ജനനേതാവ് ഇത് നമ്മൾ ഇന്റലിജൻസിനോട് ചോദിച്ചിട്ടുണ്ടോ, നമ്മൾ ഇന്റലിജൻസോ പോലീസ് സംവിധാനത്തോട് ചോദിച്ചിട്ടുണ്ടോ ഒരു വ്യക്തിയോട് ബന്ധവും സ്നേഹവും സ്ഥാപിക്കുന്നത്? അങ്ങനെയല്ലേ? എനിക്ക് നിങ്ങളോടുള്ള രാഹുൽ ഈശ്വറിനെ കാട്ടി ഈ വിഷയത്തിൽ രണ്ടുപേരാണ് വഞ്ചിക്കപ്പെട്ടത്. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നീട് ആ ഭർത്താവ്. ഞാൻ വേണമെങ്കിൽ ആ പയ്യന്റെ നമ്പർ അയച്ചു തരാം. നിങ്ങൾ ആ പയ്യന് കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ഇരയായ ആ ഭർത്താവിന്റെ അഭിപ്രായം കൂടി ഒന്ന് എടുക്കണം. യഥാർത്ഥത്തിൽ ഇരയായ, വഞ്ചിക്കപ്പെട്ട, കല്യാണത്തിന് ശേഷവും ചതിക്കപ്പെട്ട ആ പയ്യന്റെ അഭിപ്രായം കൂടി ഒന്ന് എടുക്കണം. ആ പാവം വഞ്ചിക്കപ്പെട്ട ഭർത്താവ് വളരെ മാന്യനായ ഒരു പയ്യനാണ്, ഞാൻ ഇന്നലെ വിളിച്ച് സംസാരിച്ചിരുന്നു. ആ ബഹുമാന്യനായ പയ്യന്റെ അഭിപ്രായം കൂടി ഒന്ന് എടുക്കണം. യഥാർത്ഥത്തിൽ അവന്റെ ജീവിതമാണ് തകർത്തത്, അവന്റെ ജീവിതമാണ് ഈ പെൺകുട്ടി തകർത്തത്. കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പാടില്ല. അവിടെ ആരാണ് ഇരയാക്കപ്പെട്ടത് എന്ന കാര്യം നിയമം തീരുമാനിക്കട്ടെ. തീരുമാനിക്കട്ടെ. ഈ കാര്യത്തിൽ അതേ നിലപാട് താങ്കൾക്ക് എടുത്തു. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി വരികയല്ലേ, നമുക്ക് കാണാമല്ലോ ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തില്ലെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ലെങ്കിൽ, ഞങ്ങൾ കൊടുത്ത വാർത്ത തെറ്റാണെങ്കിൽ ഞാൻ പരസ്യമായി മാപ്പ് ചോദിക്കും. ഞാൻ അതിന് തയ്യാറാണ്. എനിക്ക് ഒരു അപകടവുമില്ല. പക്ഷെ മറിച്ചാണെങ്കിൽ രാഹുൽ ഈശ്വർ ഈ സമൂഹത്തോട് മാപ്പ് ചോദിക്കുമോ? അയ്യോ, 100%. പക്ഷേ ഇതുവരെ അങ്ങ് ഓർത്തു നോക്കുക, രാഹുൽ ഈശ്വറിന്റെ ട്രാക്ക് റെക്കോർഡിൽ ഒറ്റയ്ക്ക് നിന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ സത്യമേ ആയിട്ടുള്ളൂ. ശബരിമലയാണെങ്കിലും, മകരവിളക്ക് പരജ്യോതി ആണെങ്കിലും, ശശി തരൂർ ആണെങ്കിലും, ഈ ഡിസംബർ 8 വരാൻ പോണ ദിലീപിന്റെ കേസാണെങ്കിലും, അന്നും ദൈവത്തെ ഓർ തന്നെ വിളിക്കണം. താങ്കൾ എടുത്ത നിലപാട്, താങ്കൾ ദിലീപിന്റെ കേസിലടക്കം, അതെ, ഈ ദിലീപിന്റെ കേസിലടക്കം താങ്കൾ എടുത്ത നിലപാട് പൊതുസമൂഹം കണ്ടതാണ്. കോടതി അത് വിധി പറയാൻ പോവുകയാണ്. വിധി പറയട്ടെ, എവിടെയും പോകില്ല. തീർച്ചയായിട്ടും വിധി പറയട്ടെ. വിധി പറഞ്ഞതിന് ശേഷം, തീർച്ചയായിട്ടും വിധി പറഞ്ഞതിന് ശേഷം, കോടതിയുടെ വിധി പറഞ്ഞതിന് ശേഷം നമുക്കതിൽ തീർപ്പ് കൽപ്പിക്കാം. തീർച്ചയായിട്ടും. പക്ഷെ അന്ന് കാവിലെ പാട്ട് മത്സരത്തിന് കാണാന്ന് പറയരുത്. ഈ ഡിസംബർ 8 ഞാൻ ഇവിടെ ഉണ്ടാകും. ദിലീപേട്ടൻ കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ചീത്ത കേട്ടത് ഞാനാണ്, അല്ലെങ്കിൽ ശ്രീ ദിലീപ് കഴിഞ്ഞാൽ ഏറ്റവും ചീത്ത കേട്ടത് ഞാനാണ്. നമുക്ക് ഡിസംബർ 8 കാണാം. ഞാൻ കാത്തിരിക്കുകയാണ്. ഐ എം വെയിറ്റിംഗ്. അതുകൊണ്ട് ഈ 2 ആഴ്ചക്കുള്ളിൽ കാണാം. ഒറ്റക്കാരൻ രാഹുൽ, ഇത് കൂടെ പറഞ്ഞിട്ട് വെക്കാൻ അനുവദിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടത്തിന്റെ പോലെ വളരെ മുതിർന്ന അഭിഭാഷകൻ അദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്യുമ്പോൾ കോടതിയുടെ സമീപനം നോക്കി കേൾക്കാം. ബാക്കി നിയമം തീരുമാനിക്കാം. താങ്ക് യു.